ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നമുക്ക് ചേർത്ത് പാടാം. സ്വർഗീയ വിത്തുകൾ ഒരുക്കിയെടുത്ത സ്വർഗീയ ശക്തിയാൽ വിതച്ചിടാം നാം. സ്വർഗീയ വിത്തുകൾ ഒരുക്കിയെടുത്ത സ്വർഗീയ ശക്തിയാൽ വിതച്ചിടാം നാം. 30, 60, 100 മേനിയാൽ കൊയ്തെടുത്ത് പ്രിയൻ മുമ്പിൽ അർപ്പിച്ചാത്തിടാം. 30, 60, 100 മേനിയായി കൊയ്തെടുത്ത് പ്രിയൻ മുമ്പിൽ അർപ്പിച്ചാത്തിടാം. സ്വർഗീയ വിത്തുകൾ ഒരുക്കിയെടുത്ത സ്വർഗീയ ശക്തിയാൽ വിതച്ചിടാം നാം. രാജാക്കന്മാരും നേതാക്കന്മാരും ദൈവത്തിൻ കൽപ്പനയ്ക്കു കാത്തിരിക്കുമ്പോൾ, രാജാക്കന്മാരും നേതാക്കന്മാരും ദൈവത്തിൻ കൽപ്പനയ്ക്കു കാത്തിരിക്കുമ്പോൾ, കർത്താവിൻ സ്നേഹത്തിൽ ഇരുന്നു കേൾക്കുന്ന ദൈവത്തിൻ ഭൃത്യന്മാരെത്ര ഭാഗ്യമുള്ളോ. കർത്താവിൻ സ്നേഹത്തിൽ ഇരുന്നു കേൾക്കുന്ന ദൈവത്തിൻ ഭൃത്യന്മാരെത്ര ഭാഗ്യമുള്ളോ. സ്വർഗീയ വിത്തുകൾ ഒരുക്കിയെടുത്ത സ്വർഗീയ ശക്തിയാൽ വിതച്ചിടാം നാം. വരണ്ട നീലമെല്ലാം തരിശു നീലമെല്ലാം ഉഴുതുമറിച്ചു നല്ല നീലമൊരുക്കി. വരണ്ട നീലമെല്ലാം തരിശു നീലമെല്ലാം ഉഴുതുമറിച്ചു നല്ല നീലമൊരുക്കി. മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ ഉളവാക്കി ദേശത്തിൻ്റെ വിടുതനായി ഒത്തുചേർന്നിടാം. മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ ഉളവാക്കി ദേശത്തിൻ്റെ വിടുതലിനായി ഒത്തുചേർന്നിടാം. സ്വർഗീയ വിത്തുകൾ ഒരുക്കിയെടുത്ത സ്വർഗീയ ശക്തിയാൽ വിതച്ചിടാം നാം. 30, 60, 100 മേനിയാൽ കൊയ്തെടുത്ത് പ്രിയൻ മുമ്പിൽ പിച്ചാത്തിടാം. സ്വർഗീയ വിത്തുകൾ ഒരുക്കിയെടുത്ത സ്വർഗീയ ശക്തിയാൽ വിതച്ചിടാം നാം. കഴിഞ്ഞ സൺഡേ നാം ചിന്തിച്ചു, ഈ ഫറവോ രാജാവിനെ ആരനുഗ്രഹിച്ചു? അതെ, നമ്മുടെ യോസഫിൻ്റെ പിതാവായ യാക്കോബ്, അതെ, ഇസ്രായേൽ അനുഗ്രഹിച്ചു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്നിരിക്കണം. പലരുടെയും അധ്യയന വർഷം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും അനേക കുഞ്ഞുങ്ങളുടെ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ അനുഗ്രഹവും അപ്പോൾ തന്നെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അതുപോലെ നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹമൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിനെല്ലാം മൂല്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ നല്ല വിദ്യാർത്ഥികളായിട്ട്, നല്ല യൗവനക്കാരായിട്ട്, നാടിൻ്റെയും വാഴത്തിൻ്റെയും അതേപോലെ നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെയും നന്മകളായിട്ട്, നല്ല ഊർജ്ജസ്വലതയുള്ളവരായിട്ട്, നല്ല ഫലമുള്ളവരായിട്ട്, ഗുണമുള്ളവരായിട്ട് നിങ്ങൾ വർത്തിക്കട്ടെ എന്ന് ആൻറ്റി ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് വിത്ത് ഇതാ, നിലം വിതച്ചുകൊള്ളുവിൻ. ആരുടെ വാക്കുകളാണിത്? അതെ, മിസ്രൈമ്യ മന്ത്രിയായ യോസഫിൻ്റേതാണല്ലേ. കാരണം എന്താ? ദേശത്തെങ്ങും ക്ഷാമം കഠിനമായിരുന്നത് കൊണ്ടും മിസ്രൈം ദേശം ഖനാൻ ദേശം ക്ഷാമം കൊണ്ട് വലഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ ജനങ്ങൾ വാങ്ങിയ ആ ധാന്യത്തിന് വിലയായിട്ട് മിസ്രൈം ദേശത്തും ഖനാൻ ദേശത്തും പണമൊക്കെയും നമ്മുടെ യോസഫ് ശേഖരിച്ചു. യോസഫ് പണം ഫറവോൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രൈം ദേശത്തും ഖനാൻ ദേശത്തുമുള്ള പണം ഇല്ലാതായപ്പോൾ മിസ്രൈമരൊക്കെ യോസഫിൻ്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾക്ക് ആഹാരം തരണം, ഞങ്ങൾ എന്തിനാണ് നിൻ്റെ മുമ്പിൽ മരിക്കുന്നേ, ഞങ്ങൾക്ക് പണമൊക്കെ തീർന്നിരിക്കുകയാണ് എന്നവർ നിലവിളിച്ച് പറഞ്ഞു.
അപ്പോൾ യോസഫ് പറഞ്ഞു, നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ, പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായിട്ട് ഞാൻ വാങ്ങി പണം തരാം. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെയും പിന്നെ ആട്, കുതിര, അങ്ങനെ ഓരോ കാര്യങ്ങളെയും യോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യോസഫ് അവയൊക്കെയും വിലയായിട്ട് വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു രക്ഷിച്ചു. എന്നാൽ ആ ആണ്ട് കഴിഞ്ഞു. പിറ്റേ ആണ്ടിൽ അവൻ്റെ അടുക്കൽ പിന്നെയും അവർ ചെന്ന് പറഞ്ഞത്, ഞങ്ങളുടെ പണമൊക്കെ തീർന്നിരിക്കുകയാണ്, മൃഗങ്ങളെല്ലാം യജമാനൻ ചേർന്നിരിക്കുകയാണ്, എന്നാൽ ഇനി ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ ഞങ്ങൾക്ക് യജമാൻ്റെ മുമ്പാകെ ഇനി ഒന്നും ശേഷിപ്പില്ല. അതുകൊണ്ട് അങ്ങയുടെ കണ്ണിന് മുമ്പിൽ ഞങ്ങൾ എന്തിനാണ് മരിക്കുന്നത്? ഞങ്ങളെയും ഞങ്ങളുടെ നിലങ്ങളെയും വിലയായിട്ട് അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞു. ഫറവോന് ഞങ്ങൾ അടിമകളായിക്കൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, അതുപോലെ നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് വിത്ത് തരണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ യോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ക്ഷാമം പ്രബലപ്പെടുകയുണ്ട്. മിസ്രൈമിൽ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം നമ്മുടെ ഫറവോന് ആയിത്തീർന്നു. എന്നാൽ ഇസ്രായേൽ ദേശത്തിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലൊക്കെ അവരെല്ലാം കുടിനീക്കി പാർപ്പിക്കുവാനായിട്ട് യോസഫിന് ഇടയായിത്തീർന്നു. എന്നാൽ പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചതുകൊണ്ട് പുരോഹിതന്മാരുടെ നിലം മാത്രം വാങ്ങിയില്ല. അവർ അതുകൊണ്ട് ഉപജീവനം കഴിച്ചു. എന്നാൽ യോസഫ് ജനങ്ങളോട്, നിങ്ങൾക്ക് വിത്ത് ഇതാ, നിലം വിതച്ചു കൊള്ളി എന്ന് പറഞ്ഞ് അവർക്ക് വിത്തുകൾ കൊടുത്തു. വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഫറവോന് 5 കൊടുക്കണം. 4 ഓഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജനം, അങ്ങ് ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു, യജമാനെ ഞങ്ങളോട് ദയുണ്ടായ മതി എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും യജമാൻ്റെ മുമ്പിൽ താഴുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ നമുക്കറിയാം, അപ്പോൾ ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് അവർ പാർത്തു. അവിടെ അവകാശം സമ്പാദിച്ച് ഏറ്റവും സന്താന പുഷ്ടിയുള്ളവരായിട്ട് അവർ പെരുകി വന്നു. ഇന്ന് നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവിന് നമുക്ക് സ്വർഗീയനാഥനായ യേശു കർത്താവിന് നമ്മളോട് പറയാനായിട്ടുള്ളത്, ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ദിവ്യമായ, നിസ്തുല്യമായ, നിലനിൽക്കുന്നതും ഉൾനട്ടതും ജീവിക്കുന്നതുമായ ദൈവവചനമാകുന്ന വിത്ത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വിതച്ചു കൊള്ളാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ വിതച്ചു കൊള്ളുവീൻ എന്ന് കർത്താവ് അനുദിനം നമ്മളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉളവാകട്ടെ, 30, 60, 100 മേനി ആയിട്ട് വിളയത്തക്കവണ്ണം നമുക്ക് ആ വിത്ത് വിതയ്ക്കാം. സ്നേഹത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ആ വിത്തുകൾ നമുക്ക് വിതയ്ക്കാം. ദൈവം അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. ഇന്നത്തെ വാക്യം സങ്കീർത്തനം 126:5. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും.